ഹലോ, അപ്പോൾ ഇന്ന് പെസഹ വ്യാഴാഴ്ചയാണ്. നമ്മൾ രാവിലെ പള്ളിയിലൊക്കെ പോയി ഒരു 8:30 ഒക്കെ ആകുമ്പോഴേക്കും നമ്മൾ പള്ളിയിൽ നിന്ന് തിരിച്ചെത്തി. ഇനിയിപ്പോൾ നമുക്ക് പാൽക്കുറുക്ക് ഉണ്ടാക്കണം, കൽത്തപ്പം ഉണ്ടാക്കണം, പെസഹ വ്യാഴാഴ്ചയിലെ പരിപാടികളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ചെയ്യണം. പിന്നെ ഈവനിങ് വീണ്ടും പള്ളിയിലേക്ക് തന്നെ പോകണം. നിങ്ങളെല്ലാവരും പള്ളിയിലൊക്കെ പോയോ രാവിലെ? നിങ്ങളുടെ കുർബാനയ്ക്ക് എന്തോരം നേരം ഉണ്ടായി? ഇവിടെ കുർബാന ഒരു 8:30 8:45 വരെ ഉണ്ടായിരുന്നു. നിങ്ങളുടെ അടുത്ത കുർബാന എന്തോരം സമയമുണ്ടായിരുന്നു കമൻറ്റ് ചെയ്യും. ഇഞ്ചോ ഇവിടെ വീട്ടിലുണ്ട്. ഇപ്പോൾ ഇഞ്ചോ വന്നിട്ടുണ്ട്. ഹായ്, എവിടെയാണ് നീ? രാവിലെ പള്ളിയിൽ പോയാ? പോയി. എപ്പോഴെത്തിയ കുർബാനയ്ക്ക്? 6:29. എൻ്റെ അമ്മ, 6:30 കുർബാനയ്ക്ക് 1 മിനിറ്റ് മുമ്പേ എത്തിയെന്നാണ് അവൻ പറയുന്നത്. ഇതാരെങ്കിലും വിശ്വസിക്കുന്നുണ്ടോ? അങ്ങനെ നിങ്ങൾ വിശ്വസിച്ചേ പറ്റൂ. ഞങ്ങൾ ആരും വിശ്വസിക്കില്ല. കാരണം ഇവർ 6:30 പോലും എത്തിയിട്ടുണ്ടാവില്ല. എന്തിനാടാ നോണ പറയണേ? കഴിഞ്ഞ സ്ഥലത്തേക്ക് സംസാരിച്ചേ. ഞാൻ 6:30 പള്ളിയിലെത്തി. കുർബാന ജസ്റ്റ് സ്റ്റാർട്ടായി, അപ്പോഴേക്കും ഞാൻ പള്ളിയിലെത്തിട്ടോ. സത്യമായി പറയണല്ലോ. നമ്മൾ കൽത്തപ്പത്തിൻ്റെ വേണ്ടിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ നമുക്ക് കാണാം. ഓക്കെ, ഇൻഗ്രീഡിയൻസ് എന്താ? തേങ്ങ ഇങ്ങനെ കൊത്തിയരിഞ്ഞ് വറുത്ത് വെച്ചിട്ടുണ്ട്. അക്കും അത് ഇടയ്ക്കിടയ്ക്ക് എടുത്ത് തിന്നണമുണ്ട്. പിന്നെ ഇവിടെ ഉള്ളി, ഇതുപോലെ ചുവന്നുള്ളിയും പിന്നെന്താ വേപ്പിലൊക്കെ ഇട്ട് ഇങ്ങനെ മൊഴിച്ചിട്ടുണ്ട്. അതായി കഴിയുമ്പോൾ ഇതിലേക്ക് ഇടുമായിരിക്കും, എനിക്കറിയില്ല. അതിലേക്ക് ഇടില്ല കേട്ടോ, എനിക്ക് തെറ്റിയതാ. എനിക്ക് അറിഞ്ഞൂടാ ഷെഫ് അക്സ. എൻ്റെ വീട്ടിൽ ഇങ്ങനെ കൽത്തപ്പം ഉണ്ടാക്കാന്ന് വെച്ചാൽ ആദ്യം അമ്മ പറഞ്ഞതാണ്, ഉഴുന്നരച്ച് അതിൻ്റെ ഉള്ളിലേക്ക് അരിപ്പൊടി ചേർത്ത് മിക്സ് ചെയ്തിട്ട്, പിന്നെ ഇപ്പം ഞാൻ കാണിച്ചിരുന്നില്ലേ തേങ്ങാക്കൊത്തും പിന്നെ ചുവന്നുള്ളി സബോള ആ മിക്സ്, സബോളല്ല ചുവന്നുള്ളിയും കറിവേപ്പിലയുടെ ആ മിക്സ്, മഞ്ഞപ്പൊടി അതും കൂടിയും ഇട്ട് മിക്സ് ചെയ്ത് അത് മറ്റേ ചട്ടിയിൽ ഇങ്ങനെ പരത്തി വെക്കും. ഓക്കെ, ചട്ടിയിൽ പരത്തി വെച്ച് അതിങ്ങനെ 2 സൈഡും മൂടി വെച്ച് ചുട്ടെടുക്കലാണ് ഇവിടെ ചെയ്യാറ്. ഇവിടെ ഇവിടേക്ക് ഇങ്ങനെയാണ് കൽത്തപ്പം ഉണ്ടാക്കുക. പല സ്ഥലത്തും കൽത്തപ്പം എന്നല്ലാന്ന് ചിലർ ഇണ്ടേറിയപ്പം, കൽത്തപ്പം, പിന്നെ പല ടൈപ്പിൽ പുഴുങ്ങിയെടുക്കൽ, ചുട്ടെടുക്കൽ അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ അവിടെ ഇങ്ങനെ നിങ്ങൾ ഉണ്ടാക്കാറെന്ന് പറഞ്ഞോളാം. ഈ ഞങ്ങൾ ഉണ്ടാക്കണ പോലെ തന്നെയാണോ നിങ്ങൾ ഉണ്ടാക്കണേന്ന് പറഞ്ഞോളൂ കേട്ടോ. മിക്സിൽ മഞ്ഞപ്പൊടി ഇട്ടമ്മ മിക്സ് ചെയ്ത് ഇനി ഈ മിക്സും പിന്നെ ഈ തേങ്ങയുടെ കൊത്തും കൂടിയാണ് ഇത് ഉഴുന്നിലേക്കും അരിപ്പൊടിയിലിട്ട് മിക്സ് ചെയ്ത് ആക്കാം. കിച്ചണിൽ ഇത്രയധികം പണികൾ നടക്കുമ്പോൾ 2 പേര് ഒരു പണിയും ചെയ്യാതെ വെറുതെ ഫോൺ നോക്കി, എല്ലാ വീട്ടിലും ഉണ്ടാവുമല്ലോ ഒന്നും ചെയ്യാണ്ട് ഫോൺ നോക്കിയിരിക്കുന്ന ടീംസ്, അവരെ ഞാൻ കാണിച്ചു തരാം. അക്സ മരിയ ചെസ് നമ്പർ 1, ഗ്രീൻജോ ജോർജ് ചെസ് നമ്പർ 2, ചെസ് നമ്പർ 3. ഇപ്പൊ ഞങ്ങൾ എല്ലാവരും ആ ഒരു ചെസ് നമ്പറിലേക്ക് കയറി. ഗ്രിഞ്ചോ അങ്ങനെ ഇരിക്കുന്നത് നോക്കണ്ട കേട്ടോ. അവനൊരു ഫിറ്റ്നസ് കണ്ടന്റ് ക്രിയേറ്ററാണ്. അവന് കുറേ എന്താ പറയുക, മറ്റേ ബോഡി ബിൽഡിംഗ് ഷോക്കൊക്കെ പോയിട്ട് 1st 2nd ഒക്കെ വാങ്ങിക്കൊണ്ടുവരാറുണ്ട്. എല്ലാ വർഷവും 2nd 1st അവൻ കൺഫേം ആണ് അവന്. ഓക്കെ, അപ്പോൾ ഞാൻ അവൻ്റെ ഇൻസ്റ്റാഗ്രാം പ്രൊഫൈൽ ലിങ്ക് എവിടെ കൊടുക്കാം, എൻ്റെ കമൻറ്റ് സെക്ഷനിൽ പിൻ ചെയ്യാം. നിങ്ങളെല്ലാവരും കയറി ചെക്കൗട്ട് ചെയ്തോളൂ. അവൻ കുറേ ടിപ്സ്, ലൈക്ക് എങ്ങനെ ഹെൽത്ത് ടിപ്സും പിന്നെ ഫുഡിൻ്റെ ടിപ്സ് എല്ലാം അവൻ പറഞ്ഞുതരും നിങ്ങൾക്ക്. സോ നിങ്ങൾ നോക്കുക, കയറി നോക്കൂ. ഇങ്ങനെയൊക്കെയല്ലേ വളർന്നു വരുന്ന യുവതലമുറയെ നമുക്ക് പ്രോത്സാഹിപ്പിക്കാൻ സാധിക്കും. സോ ഗൈസ്, ചെക്ക് ഔട്ട്. എൻ്റെ അനിയത്തി ഉണ്ടല്ലോ, കൊടൈക്കനാലിലേക്ക് കോളേജിൽ നിന്ന് ട്രിപ്പ് പോയേക്കായിരുന്നു കഴിഞ്ഞ ദിവസം. അപ്പോൾ അവൾ കൊടൈക്കനാലിൽ നിന്ന് എന്നാ കൊണ്ടുവന്നതെന്ന് കാണിച്ചു തരട്ടെ. ഒരു പൈൻ കുരു, 2 3 ഇല്ല, 1 ഇതെന്തോ ഡെക്കറേഷൻ ചെയ്യാനാണോ എന്തോ പറഞ്ഞു. പക്ഷെ ഈ 1 വെച്ച് അവൾ എന്ത് ചെയ്യാൻ പോണേന്ന് എനിക്ക് അറിഞ്ഞൂടാ. എന്ത് ചെയ്യാനാ പോണേ? ചോക്ലേറ്റ്സ് കൊണ്ടുണ്ടായിരുന്നു, നമ്മൾ തിന്നായിരുന്നു. ഓ യാ, ചോക്ലേറ്റ്സ് ഉണ്ടായിട്ടോ. നല്ല അടിപൊളി ചോക്ലേറ്റ്സ് ആയിരുന്നു. എന്തൊക്കെയായിരുന്നു? കാഷ്യൂ നട്ട്സ്, ഫുൾ നട്ട്സിൻ്റെ ഒരു ചോക്ലേറ്റ് ആയിരുന്നു. പിന്നെ ബ്ലാക്ക് കറന്റ്, ഹണി, അങ്ങനത്തെ ചോക്ലേറ്റ് അടിപൊളിയായിരുന്നു. അത് ശരി, ഞാൻ സമ്മതിച്ചു കൊടുത്തു. പക്ഷെ ഈ ഒരു പൈൻ എന്തിനാ നമ്മൾ ചുമന്നുകൊണ്ടേന്ന് എനിക്ക് അറിഞ്ഞൂടാ. കൽത്തപ്പത്തിലേക്ക് നമ്മൾ എന്ത് ചെയ്തു? ആദ്യം ഉഴുന്നരച്ചു, എന്നിട്ട് അതിലേക്ക് അരിപ്പൊടി ഇട്ടു. ഇനി ചുവന്നുള്ളി, പിന്നെ തേങ്ങാക്കൊത്ത്, വേപ്പില, അത് റോസ്റ്റ് ചെയ്ത് ഇടാൻ പോവാണ്. ആ മാവ് ഇപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിലാണുള്ളത്. ഇനി നമ്മൾ ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് ബാലൻസ് ചെയ്യും. എന്നിട്ട് നമ്മളിതിനെ നേരെ ചട്ടിയിലിട്ട് പരത്തും. ഇഗ്നോർ ദ എസ്തെറ്റിക്സ് ഓഫ് ചട്ടി. ഓക്കെ, ഇങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ പരത്തി വയ്ക്കും. 15-20 മിനിറ്റ് മൂടി വെച്ച് മറച്ചിട്ടൊക്കെ ഇതിനാക്കണം. നല്ല രസമല്ലേ കാണാൻ? ഓക്കെ, ഇതാണ് കൽത്തപ്പം. ഫസ്റ്റ് കൽത്തപ്പം അങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇനി അമ്മ അടുത്തത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ആവാനായിട്ട്.
ആദ്യ നോയമ്പിനും ഈ കൽത്തപ്പം ഉണ്ടാക്കാറുണ്ട്. അതായത് 25 ദിവസമാകുമ്പോൾ അന്ന് കൽത്തപ്പം ഉണ്ടാക്കും. പക്ഷെ അങ്ങനെ എല്ലാ സ്ഥലത്തൊന്നും ഈ പാതി നോയമ്പിൻ്റെ അന്ന് കൽത്തപ്പം ഉണ്ടാക്കാറില്ല എന്ന് എനിക്ക് തോന്നുന്നു. തൃശ്ശൂർക്കാർക്കാന്ന് തോന്നുന്നു ഈ പാതി നോയമ്പിനെ കൽത്തപ്പം ഉണ്ടാക്കണ പരിപാടിയുള്ളത്. ഇത് നമ്മൾ പാലക്കുറുക്ക് ഉണ്ടാക്കാൻ വേണ്ടി പോവാണ്. പാലക്കുറുക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തേങ്ങ ചിരകണം. അപ്പം ഇനി തേങ്ങ ചിരകിയിട്ട് വരാം കഴിച്ചു. ടാറ്റ. ചിരകാൻ വേണ്ടി വന്നപ്പോൾ എനിക്കൊരു പാട്ട് ഓർമ്മ. ഡാൻസ് കണ്ടിട്ടില്ലേ, വൈറലായ ഡാൻസ്, തേങ്ങ 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 തേങ്ങ. ചക്കു വാഴ 2 കാണാൻ പോയേക്കായിരുന്നു. ഭയങ്കര റിലേറ്റബിൾ ആയിട്ട് തോന്നും. പിന്നെ വിഷമാവും, നല്ല വിഷമാവും. ഞാനും വിഷമൊക്കെ ഇരുന്ന് കരയായിരുന്നു. ഫിഷൊക്കെ എല്ലാവരും ഫുൾ ബോയ്സ് ആയിരുന്നു. പക്ഷെ ചെക്കന്മാരൊക്കെ ഇരുന്ന് കരയാ. ഞങ്ങൾ ഇപ്പുറത്ത് തന്നെ സെക്കൻഡ് ടിഷ്യൂ ഇങ്ങനെയൊക്കെ തുടച്ച് ഞങ്ങൾ നോക്കി ഇരുന്ന് ചിരിക്കുന്നു. മിക്കവരും വന്നവരും മിക്കവരും ഇരുന്ന് കരച്ചിലായിരുന്നു. അപ്പം കരയാൻ റെഡി ആയിട്ട് പോക്കോ. അത്ര വലിയ കരച്ചിലല്ല, ലാസ്റ്റ് ഒരു ചെറിയ ഭാഗം വിഷമം അല്ല. വിഷമാവില്ലേ ലാസ്റ്റ് ഒരു ഭാഗം? വിഷമാവില്ലേ? ഇല്ലേ? വിഷമായോ? നല്ല വിഷമം. കുത്തിക്കൊള്ളണ പോലെ നിങ്ങൾ പോയി കാണും. സസ്പെൻസ്. തേങ്ങ ഒരു അരമുറി ഞാൻ ചെരുകി. അരമുറി തേങ്ങ ചെരുകി ഞാൻ തളർന്നു. അങ്ങനെ ഞാൻ കിടന്ന് ഉറങ്ങി. ഞാൻ പക്കത്തിന് എണീറ്റു. അപ്പോഴാണ് അക്കു മറ്റേ സിനിമ കഴിഞ്ഞ് വാഴ 2 ഒക്കെ കണ്ടു വന്നത്. അപ്പോൾ ഞാൻ സാധാരണ തിയേറ്ററിൽ പോകുന്നത് പോപ്കോൺ കഴിക്കാനായിട്ടാണ്. എനിക്കങ്ങനെ തിയേറ്ററിൽ പോയിട്ട് സിനിമ കാണണം അങ്ങനെ വലിയ ആഗ്രഹമൊന്നുമില്ല. ഇറങ്ങുന്ന സിനിമ തിയേറ്ററിൽ പോയി കാണണമെന്നില്ല. പക്ഷെ ഞാൻ തിയേറ്ററിൽ പോകുന്നുണ്ടെങ്കിൽ എനിക്ക് പോപ്കോൺ മസ്റ്റാണ്. എനിക്ക് പോപ്കോൺ വേണം. പോപ്കോൺ ഇല്ലാതെ എനിക്ക് പറ്റില്ല. അങ്ങനെ അക്കു തിയേറ്ററിൽ വന്നപ്പോൾ എനിക്ക് ചീസ് പോപ്കോണും കൊണ്ടുവന്നു, കാരമൽ പോപ്കോണും കൊണ്ടുവന്നു. എന്താ വേറെ വേണ്ടേ? തിന്നാം, ഉറങ്ങാം. ഞാനൊന്ന് ഉറങ്ങിനിട്ട സമയം കൊണ്ട് പാലക്കുറുക്ക് ഇത്രയ്ക്കായി ഗൈസ്. ഇതിന് ഇളക്കി കുറുക്കിയെടുത്ത് കട്ടിക്കെടുക്കണം. അടിപൊളിയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പാലക്കുറുക്ക്. ഫസ്റ്റ് നമ്മൾ ഏലക്കായ പൊടിച്ച് ഇങ്ങനെ ഇടും ജസ്റ്റ്. അപ്പോൾ നമുക്കത് ചെയ്യാം. പാലക്കുറുക്കും കൽത്തപ്പവും റെഡിയായി. പള്ളിയിലേക്ക് പോയിട്ട് റെഡി ആവണം. പള്ളിയിലൊരു 7 മണി തൊട്ട് 8 മണി വരെ ആരാധനയൊക്കെ ഉണ്ട്. ആരാധന കഴിഞ്ഞിട്ട് പള്ളിയിൽ എന്തോ പുത്തമ്പാന പാരായണം അങ്ങനത്തെ കുറച്ച് ഇതുകളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ അതൊക്കെ കണ്ടു കഴിഞ്ഞ് നമുക്കിനി രാത്രി കാണാം. ആരാധനയൊക്കെ കഴിഞ്ഞു. ഇനി പള്ളിയിൽ പുത്തമ്പാന പാരായണം ഉണ്ട്. അപ്പോൾ അതിന് മുമ്പ് ഞങ്ങൾ ജസ്റ്റ് ഒന്ന് കറങ്ങിയിട്ടൊക്കെ ഞങ്ങൾ പള്ളിയിൽ പോയി. കറങ്ങിയിട്ടല്ല, ഒന്ന് കടയിലൊക്കെ പോകണം. കടയിൽ പോയി കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പള്ളിയിൽ പോകും. വ്യാഴ്ചത്തെ പരിപാടികളെല്ലാം കഴിഞ്ഞു. ഇനി നാളെ ദുഃഖ വെള്ളിയാഴ്ചയാണ്. പരിഹാര പ്രദർശനം ഉണ്ട്. രാവിലെ പള്ളിക്ക് പോകണം. അത്രയൊക്കെയുള്ളൂ. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ, ഗുഡ് നൈറ്റ്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. എന്താണെന്ന് വെച്ചാൽ ചെയ്യും.